മോദിയെ കൈവെള്ളയിലെടുത്ത് അമ്മാനമാടുന്ന പോലെ എല്ലാവരെയും അങ്ങനെ കിട്ടണമെന്ന് ട്രംപ് വാശി പിടിച്ചാൽ എന്താണ് ചെയ്യുക? ഏതായാലും ട്രംപിന്റെ കളി യുക്രൈൻ പ്രസിഡന്റിന്റെ അടുത്ത് നടക്കില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കും ആ ഭരണാധികാരി തയ്യാറല്ല. കൂടിക്കാഴ്ചയ്ക്കിടെ പരസ്പരം കൊമ്പുകോർക്കുകയായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. യുക്രൈൻ റഷ്യയുമായി വിട്ടുവീഴ്ച ചെയ്യണമെന്നും കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇത് സെലൻസ്കി തള്ളുകയും രൂക്ഷമായി തുറന്നടിക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരും തമ്മിൽ അതിരൂക്ഷ തർക്കം തന്നെ ഉടലെടുത്തു. ഒടുവിൽ ചർച്ച അലസിപ്പിരിഞ്ഞു. സംയുക്ത വാർത്താ സമ്മേളനവും റദ്ദ് ചെയ്തതായി ഓവൽ ഓഫീസ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയ്ക്ക് താൽപ്പര്യമുണ്ടെന്നും റഷ്യയുമായി കരാർ ഉണ്ടാക്കണമെന്നുമാണ് ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടത്. അതിന് തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നത്തിൽ അകപ്പെടുമെന്നും യുക്രൈൻ ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഈ വെല്ലുവിളിയോട് അതേ രീതിയിലായിരുന്നു സെലൻസ്കിയുടെയും മറുപടി. ഞങ്ങളുടെ രാജ്യം ഏറ്റവും ശക്തമായാണ് ഇത്രയും നാൾ നിലകൊണ്ടത്. ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് തന്നെ തുടരും. യുഎസിന്റെ സഹായങ്ങൾക്ക് ഞങ്ങൾ നന്ദി അറിയിച്ചതാണ്. എന്നാൽ കൊലയാളി പുടിനുമായി വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ റഷ്യ ഉറപ്പു നൽകണമെന്നും സെലൻസ്കി പ്രതികരിച്ചു. ഇത്തരത്തിലാണ് പ്രതികരണമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് താൻ കരുതുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. നിങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം വെച്ച് വില പേശുകയാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള പുറപ്പാടാണിത്. രാജ്യത്തുള്ള ജനങ്ങളോടുള്ള അനാദരവാണിതെന്നും ട്രംപ് പ്രതികരിച്ചു. യുക്രൈന് നൽകിയ സഹായത്തെക്കുറിച്ചും ട്രംപ് വിശദീകരിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് $350 ബില്യൺ നൽകി. സൈനിക പിൻബലവും ഉപകരണങ്ങളും നൽകി. നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായമില്ലെങ്കിൽ ഈ യുദ്ധം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമായിരുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത് തന്നെയാണ് പുടിനും തങ്ങളോട് പറഞ്ഞതെന്നായിരുന്നു സെലൻസ്കിയുടെ മറുപടി. അതേസമയം യുക്രൈനും സെലൻസ്കിക്കുമെതിരായ വിമർശനവും വെല്ലുവിളിയും ട്രംപ് വീണ്ടും തുടർന്നു. നിങ്ങളുടെ ജനങ്ങൾ മരിച്ചു വീഴുകയാണ്. സൈനിക ശക്തിയും ശോഷിച്ചു. എന്നിട്ടും നിങ്ങൾ പറയുന്നത് വെടിനിർത്തൽ കരാർ വേണ്ടതില്ലെന്നും യുദ്ധം തുടരട്ടെ എന്നുമാണ്. ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ജീവനുകൾ നഷ്ടമാകും. ഞാൻ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ പറയുന്നത് അതിന്റെ ആവശ്യമില്ലെന്നാണ്. ഞങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ശക്തിയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നിനും സാധിക്കില്ലെന്നാണ് ട്രംപ് തുറന്നടിച്ചത്. നേതാക്കൾ പരസ്പരം പോര് തുടർന്നതോടെ ചർച്ച എങ്ങുമെത്താതെ അവസാനിക്കുകയായിരുന്നു. US സഹായത്തിന് യുക്രൈന്റെ ഉടമസ്ഥതയിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ 50% വരുമാനം US-ഉമായി പങ്കിടണമെന്ന കരാറിൽ ഒപ്പുവെക്കാതെ സെലൻസ്കി ഓവൽ ഓഫീസിൽ നിന്നും മടങ്ങി. അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകിയിരുന്നു കോടതി. സർക്കാരിന്റെ ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും പദ്ധതിക്കാണ് ഫെഡറൽ കോടതി തടയിട്ടത്. പ്രതിരോധ വകുപ്പ് ഉൾപ്പെടെ വിവിധ ഫെഡറൽ ഏജൻസികളിൽ കൂട്ട പിരിച്ചുവിടൽ നടത്താൻ ട്രംപ് അനുമതി നൽകിയിരുന്നു. US ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിന് ഫെഡറൽ ഏജൻസികളോട് ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശിക്കാനാവില്ലെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ കോടതി നിരീക്ഷിച്ചു. പ്രൊബേഷണറി ജീവനക്കാരെയും ഇത്തരത്തിൽ പിരിച്ചുവിടാനാവില്ലെന്നും കോടതി പറഞ്ഞു. ഇത് ട്രംപിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്.